ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാന്റെ മാസ് എൻട്രി വമ്പൻ ആഘോഷത്തോടെയാണ് ചിത്രത്തെ സിനിമാ പ്രേമികൾ വരവേറ്റത്. ആവേശം കൊള്ളിക്കുന്ന സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം പ്രേക്ഷകർ പ്രതികരിച്ചു. സൂപ്പർ, മോഹൻലാൽ അടിപൊളി, രണ്ടുപേരും കൊള്ളാം. ഐ മീൻ ഓവറോൾ എല്ലാം കൊള്ളാം. പടമാണ്, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആൾക്കാരാണ്, അതാണ് വഹിച്ചിട്ട് വന്നേക്കണം. അടിപൊളിയാ സ്റ്റീഫൻ നെടുമ്പള്ളി, ഒന്നും പറയാനില്ല. ഉണ്ട് മേക്കിംഗ് ലെവലൊക്കെ അടിപൊളി, ഹോളിവുഡ് ടൈപ്പ് മേക്കിംഗ്, ഒരു രക്ഷയില്ല, അടിപൊളി. എമ്പുരാൻ അണിയറ പ്രവർത്തകരും ആദ്യ ഷോ കാണാനെത്തി. അടിപൊളിയായിട്ടുണ്ട്. അത് ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ രാവിലെ 6 മണിക്ക് തന്നെ വന്നത്. അതായത് കഴിഞ്ഞ ലൂസിഫറിനും അതുപോലെ തന്നെ ആയിരുന്നു, ഇതും അതുപോലെ തന്നെ അത്രയും ആവേശത്തിലാണ്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ആണ്, അതിനും വെയിറ്റിംഗ് ആണ്. നമ്മളുടെ ഒരു 4 വർഷത്തെ ഞങ്ങളുടെ പ്രയത്നമാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി, താങ്ക് യു. നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ഇത് തന്നെയാണ്. കാരണം മലയാളം മറ്റ് ഭാഷകളെ പോലെ നേടാൻ സാധിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് സിനിമ ആദ്യം മുതലേ സമീപിച്ചത്. ഞാൻ എല്ലാവരും അപ്പോൾ അതിലേക്ക് എത്തുന്നു, അതുപോലെ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ സിനിമ കഴിയുമ്പോഴും ഈ സന്തോഷം തരട്ടെ. പടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ജംഗിൾ പൊളിയാന്ന്. ജംഗിൾ പൊളി ഇല്ലാന്ന്, അത് ചോദിച്ചതല്ലെന്ന്, അത് തന്നാടേ. നേടിയാണ് എമ്പുരാൻ റിലീസ് ചെയ്ത്. ആശീർവാദ് സിനിമാസും ശ്രീ ഗോകുലം മൂവീസുമാണ് സിനിമയുടെ നിർമ്മാതാക്കൾ. വളരെ സന്തോഷമുള്ളൂ. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, ഏറ്റവും നല്ല ഒരു ഡയറക്ടർ, ഏറ്റവും നല്ല നടന്മാർ അഭിനയിച്ച ഒരു സിനിമ, അത് ജനങ്ങൾക്ക് ദർശനം ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ മുഴുവനും പ്രതീക്ഷിക്കുന്ന ആ സിനിമ ഇന്ന് കാഴ്ചവെക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു ആഘോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ കാണുകയാണ്. കൊച്ചിയിൽ നിന്നും റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന എമ്പുരാൻ ചിത്രത്തിന്റെ ആദ്യ ഷോ പൂർത്തിയാക്കി ഇപ്പോൾ രണ്ടാം ഷോ ആരംഭിച്ചിരിക്കുകയാണ് കവിതാ തിയേറ്ററിൽ. ആദ്യ ഷോയിൽ മോഹൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട അഭിനേതാക്കളും ഒപ്പം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഈ ഷോ കാണാൻ എത്തിയിരുന്നു. ഈ ഷോയ്ക്ക് ശേഷം ആരാധകർ വലിയ പ്രതീക്ഷയാണ് പങ്കുവച്ചത്. മികച്ച ഒരു ചിത്രമെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറഞ്ഞത്. കാരണം വലിയ പ്രതീക്ഷയോടെ, വലിയ ഹൈപ്പിലായിരുന്നു എമ്പുരാൻ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ആ ഹൈപ്പിനൊപ്പം ആ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു എന്നുള്ളതാണ് ആരാധകർ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ മികച്ചൊരു മേക്കിംഗ് ആണ്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന അത്ര ക്വാളിറ്റിയിലുള്ള ഒരു ചിത്രമാണ് പൃഥ്വിരാജ് എടുത്തു വച്ചിരിക്കുന്നതെന്നാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എന്തായാലും രണ്ടാമത്തെ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഷോയും ഹൗസ്ഫുൾ ആണ്. എന്തായാലും ഈ കവിതാ തിയേറ്ററിലേക്ക് ഇപ്പോഴും ആരാധകർ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഷോയ്ക്കുള്ള ആരാധകർ മുൻകൂട്ടി എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അത്തരത്തിൽ വലിയ തിരക്കുണ്ട്. വലിയ വിജയം നേടി ചിത്രം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആദ്യ ഷോയ്ക്ക് ശേഷം ആരാധകർ പങ്കുവയ്ക്കുന്നത്. നമ്മളോട് നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ വലിയ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്. അല്പസമയം മുൻപ് പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫനും സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് തിയേറ്റർ ഉടമകളും ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും തന്നെ എമ്പുരാനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. സിനിമാ ഇൻഡസ്ട്രി ഒന്നടങ്കം, മലയാള സിനിമാ ഇൻഡസ്ട്രി ഒന്നടങ്കം എമ്പുരാനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ ഉയരാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർ പങ്കുവച്ചത്. എന്തായാലും മലയാള സിനിമയിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് എമ്പുരാൻ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഫസ്റ്റ് ഡേ കളക്ഷനിലും ഒപ്പം തന്നെ പ്രീ ബുക്കിംഗിലും എല്ലാം തന്നെ വലിയ ഒരു വിജയം നേടാൻ എമ്പുരാന് കഴിഞ്ഞിരുന്നു. പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ എമ്പുരാന് കഴിഞ്ഞിരുന്നു. അതിലൂടെ നേടിയെടുത്ത ഒരു കളക്ഷനും അപ്പുറം ഇനി തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായം കൂടി പുറത്തു വരുമ്പോൾ എമ്പുരാന്റെ ഒരു കളക്ഷൻ അത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച റെക്കോർഡുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എമ്പുരാൻ അപ്പോൾ അതിന് സെക്കൻഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഇപ്പോൾ കേൾക്കുന്നത്.